ധനുമാസ തിരുവാതിര. പാർവതി പരിണയം നടന്ന സുദിനമാണ് തിരുവാതിര. പരമേശ്വരന് ഭർത്താവായി ലഭിച്ച ആഹ്ലാദത്തിൽ പാർവതീദേവി സഖിമാരോടൊപ്പം ആടിയും കളിച്ചും രസിച്ചും കേശാലങ്കാരം ചെയ്തും ഊഞ്ഞാലാടിയും ആനന്ദിച്ച സുദിനം ധനുമാസത്തിലെ തിരുവാതിര. വ്രതങ്ങളിൽ അതീവ പ്രാധാന്യമുള്ളതാണ്. മംഗല്യവതികൾക്ക് നെടുമംഗല്യത്തിനും ഉത്തമ ദാമ്പത്യത്തിനും മക്കളുടെ ശ്രേയസ്സിനും വീടിൻ്റെ ഐശ്വര്യത്തിനും ദുഃഖനിവാരണത്തിനും ഭർത്താവിൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിനും പതിവ്രതമാർ വ്രതമനുഷ്ഠിക്കുന്ന പുണ്യദിനം. മകീരനാളിൽ തന്നെ എട്ടങ്ങാടി നിവേദ്യത്തോടെ ചടങ്ങുകൾ തുടങ്ങും. വീടിൻ്റെ കിഴക്കുഭാഗത്ത് ചാണകം മെഴുകി ഉമിയിലോ കനലിലോ ചുട്ടെടുത്ത 8 തരം കിഴങ്ങുകൾ, പിന്നീട് അവ കടലയും ചെറുപയറ്, എള്ള്, മുതിര, ചാമ, ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങൾ കരിക്കും ചേർത്ത് ശർക്കരപ്പാവ് കാച്ചി അതിൽ ചേർക്കും. ഈ വിഭവമാണ് എട്ടങ്ങാടി. പിന്നെ തിരുവാതിര തീരും വരെ അരിയാഹാരം കഴിക്കരുതെന്ന് പറയും. തിരുവാതിര ശിവപാർവതി പ്രാധാന്യമുള്ളതുകൊണ്ട് ക്ഷേത്രദർശനം പുണ്യമാണ്. പരമേശ്വരൻ്റെ ജന്മനാൾ കൂടിയാണ് ഇത്. കാമദേവനെ തൃക്കണ്ണാൽ ഭസ്മമാക്കിയ ശിവനെ പ്രസാദിപ്പിച്ച് പഞ്ചബാണനെ പുനർജീവിപ്പിക്കാൻ രതീദേവി വ്രതമനുഷ്ഠിച്ച ദിനം. ഈ ദിവസം 7:30 വെളുപ്പിന് ഉണർന്ന് ശിവപാർവതിയെ ധ്യാനിച്ചുകൊണ്ട് ഗംഗയെ ഉണർത്തിച്ച് തുടിച്ച് കുളിക്കണം. നാമം ജപിക്കണം. ഗണപതിക്ക് കരിക്കും വെറ്റിലയും നിവേദിക്കണം. കസവ വസ്ത്രം ധരിച്ച് കത്തിച്ച നിലവിളക്കിന് ചുറ്റും നിന്ന് തിരുവാതിര കളിക്കണം. ധനുമാസ രാവിനെ തന്നെ തിരുവാതിരൻ്റെ ഈണമാണ് എന്ന് പറയാറുണ്ട്. കണ്ണാന്തളി പൂവുകൊണ്ട് കണ്ണെഴുതി, മുടിയിൽ മുല്ലപ്പൂ ചൂടി, തുളസിക്കതിർ വച്ച് അർദ്ധരാത്രിയോടെ പാതിരാപ്പൂവ് ചൂടും. ദശപുഷ്പങ്ങൾ ഓരോന്നുമെടുത്ത് പൂവിൻ്റെ ദേവതമാരെ സ്തുതിച്ച് തലയിൽ ചൂടും. ആതിര രാവിനും ധനുമാസ രാവിനും പ്രകൃതിയിൽ ഔഷധ ഗുണങ്ങൾ ഏറെയുണ്ട്. ആഹാരം തന്നെ ഔഷധമാക്കുന്ന പുണ്യകാലത്തെ രാവിലെ ഏത്തപ്പഴം നുറുക്കിയതും കായ ഉപ്പേരിയും തിരുവാതിര പുഴുക്കും ഉച്ചയ്ക്ക് ഗോതമ്പ് കഞ്ഞിയും കഴിക്കും. അശ്വതി നാളിൽ അശ്വം ഉണരും മുമ്പും ഭരണി കടയുന്നതിനു മുമ്പും കാർത്തികയിൽ കാക്ക കരയുന്നതിനു മുമ്പും രോഹിണിയിൽ രോമം ഉണരുന്നതിനു മുമ്പും മകീര്യത്തിൽ മക്കൾ ഉണരുന്നതിനു മുമ്പും ഉണർന്ന് സ്ത്രീകൾ കുളിക്കണമെന്നാണ് പറയാറ്. വിവാഹം കഴിഞ്ഞ് ആദ്യം വരുന്ന തിരുവാതിര പൂത്തിരുവാതിര എന്ന പേരിൽ അറിയപ്പെടുന്നു. പാതിരാപ്പൂക്കൾ